പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിരവധി ഭീകരവാദ സംഘടനകളെ വലിയ തരത്തിൽ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതിൽ നമ്മൾക്ക് ആർക്കും തന്നെ ഒരു രീതിയിലുമുള്ള തർക്കമില്ലാത്ത വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ കഴിഞ്ഞ 11 മാസമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ഹമാസിന്റെ പ്രവർത്തകരെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ നേതാക്കന്മാരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറിയിരുന്ന ഹമാസിനെ പോലെയുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ തുടച്ചു നീക്കേണ്ടത് തങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിലേക്കാണ് ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഭീകരവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവനായ ഹസൻ നസ്രള്ളയെ കൊലപ്പെടുത്താനായിട്ട് ഇസ്രായേൽ സൈനികർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വളരെ വലിയ ഒരു സംഭവം ലോകം മുഴുവൻ ഇപ്പോൾ വലിയ വാർത്തയായിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സമയത്താണ് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഈ ഹിസ്ബുള്ളയുടെ നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭീകരവാദ തലവൻ മരിച്ചതിൽ നമ്മളെല്ലാവരും ഇവിടെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ ജമ്മു കാശ്മീരിലെ ചില ആളുകൾ വലിയ രീതിയിൽ തന്നെ ഇതിൽ ദുഃഖം രേഖപ്പെടുത്തുകയും പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ആരെല്ലാമാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ തന്നെ നമ്മൾക്കറിയാം. PDP എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് മുഫ്തി അടക്കമുള്ള മെഹബൂബ മുഫ്തി അടക്കമുള്ള പല നേതാക്കന്മാരും ഇപ്പോൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള രീതിയിൽ ഈ ഭീകരവാദ സംഘടനയുടെ തലവന്റെ മരണത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും എന്നുള്ള രീതിയിലേക്ക് നിലവിൽ അവിടെ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് പോലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവരുടെ എല്ലാം പ്രവർത്തന രീതിയും സ്വഭാവ രീതിയും ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സൈനികർക്ക് നേരെ അവിടെ ആക്രമണം നടത്തിയിരുന്നത് ആരാണ്? ഭീകരവാദ സംഘടനകൾ അതിർത്തി കടന്നുകൊണ്ടും അതിർത്തിക്ക് ഇപ്പുറം നിന്നുകൊണ്ടും നമ്മുടെ രാജ്യത്തിന്റെ സൈനികരെ ബോംബ് കൊണ്ടും തോക്കുകൊണ്ടും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ വലിയ രീതിയിൽ തന്നെ കണ്ടതാണ്. ഇതിനോടകം തന്നെ നിരവധി സൈനികർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈനികരെ ആക്രമിച്ചിരുന്ന ഭീകരവാദികൾക്ക് പുറമെ ഒരുപാട് ആളുകൾ തെരുവിലിറങ്ങി നമ്മുടെ സൈനികരെ കല്ലെറിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതേ കല്ലെറിയുന്ന ആളുകൾ 2014 നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ആ സമയം മുതൽക്ക് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ആക്രമണവും നിരന്തരമായിട്ട് നടത്തി നമ്മുടെ രാജ്യത്ത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അത് നരേന്ദ്രമോദി വന്നാൽ പോലും അല്ലെങ്കിൽ BJP ഇവിടെ ഭരിച്ചാൽ പോലും വലിയ രീതിയിലുള്ള പുകച്ചിലുള്ള ഒരു പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനമാണെന്നും ഇത് സ്വതന്ത്രമാക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ പ്രക്ഷോഭത്തിലാണ് എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു കാണിക്കാൻ വേണ്ടി ഭീകരവാദ സംഘടനകൾ ഒരുപാട് പ്ലാനിങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നു. പക്ഷേ ഇവിടെ കല്ലെറിഞ്ഞിരുന്ന ആളുകൾ 2015 2016 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവരെ ശക്തമായിട്ടുള്ള രീതിയിൽ നേരിട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയത്. അവസാനം ഒരാൾ പോലും ഇന്ന് കല്ലെറിയാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് മരണം എന്നുള്ളത് മാത്രമേ ഇനി അവശേഷിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഈ രീതിയിലുള്ള കലാപരിപാടികൾ ജമ്മു കാശ്മീരിൽ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോഴാണ് ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസ്രള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ കല്ലെറിഞ്ഞിരുന്ന ആളുകളും അതിന് നേതൃത്വം നൽകിയിരുന്ന ആളുകളുമാണ്. കാര്യമായിട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടാകുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഭയം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് ലോകത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധവുമായിട്ട് തന്നെയാണ് ഈ ഭീകരവാദ ഗ്രൂപ്പുകളുടെ അനുഭാവികളായിട്ട് നിലനിൽക്കുന്ന
നിൽക്കുന്ന ജമ്മു കാശ്മീരിലെ പല സംഘടനകളും ഇപ്പോൾ മുന്നോട്ട് വരുന്നത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഹസൻ നസ്രള്ളയുടെ കൊലപാതകത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും മാറ്റിവെച്ച് ഒരു ദുഃഖാചരണം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകണമെങ്കിൽ അവിടെ ആരുടെ ഭാഗത്ത് നിന്നാണ് ഇതുപോലെയുള്ള പ്രീണന രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും ഇന്ത്യ മുന്നണി അടങ്ങുന്ന പല സംവിധാനത്തിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ജമ്മു കാശ്മീരിൽ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ. അപ്പോൾ ഇന്ത്യ മുന്നണി ആരുടെ ഭാഗത്താണ്? ഈ ജമ്മു കാശ്മീരിൽ നിരന്തരമായിട്ട് ഭീകരവാദികളെ, വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന PDP അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പമാണോ, അല്ലെങ്കിൽ തങ്ങൾ ഈ ഭീകരവാദ സംഘടനകളെ എല്ലാം എതിർക്കുന്ന ഒരു സംവിധാനമാണോ എന്ന് തുറന്നു പറയാനുള്ള ഒരു സമയമായി എങ്കിൽ പോലും ഇവരാരും മിണ്ടാതെ ഇരിക്കുകയും ഭാരത് ജോഡോ യാത്ര പോലുള്ള പല സംവിധാനങ്ങളും പരിപാടികളും ഇതുപോലുള്ള പല രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ തന്നെ ഞങ്ങൾ ഭാരതത്തിൽ BJP എന്ന് പറയുന്ന ഒരു വർഗീയ സംഘടനക്ക് മാത്രം എതിരാണ്, പക്ഷെ ബാക്കിയുള്ള ഒന്നിനും ഞങ്ങൾ എതിരല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വെച്ച് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്? പൂർണ്ണമായിട്ടും ഒറ്റ കാര്യം മാത്രമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ഭീകരവാദ സംഘടനകൾക്ക് വളർന്ന് പന്തലിക്കാനുള്ള വളമൊരുക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ് ആണെന്നും, അതോടൊപ്പം തന്നെ UPA എല്ലാം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് അവർക്ക് എത്രത്തോളം വലിയ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും നമ്മൾ 2014 മുന്നേ നടന്ന ഭീകരാക്രമണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു ഹമാസ് പോലെയുള്ള ഭീകരവാദ സംഘടനയും ഹിസ്ബുള്ള പോലെയുള്ള സംഘടനയും എല്ലാം തന്നെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനങ്ങളിൽ, കേരളം അടങ്ങുന്ന ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള പല ഗ്രൂപ്പുകളെയും സൃഷ്ടിച്ചെടുക്കുന്നതിനായിട്ട് നിരന്തരമായിട്ട് ഒരുപാട് ഭീകരവാദ ഗ്രൂപ്പുകൾ, സിമി അടക്കമുള്ള, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ ശ്രമമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വന്ന സമയത്ത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വലിയ രീതിയിൽ ഇന്ത്യ മഹാരാജ്യം സപ്പോർട്ട് ചെയ്യുകയും ഹമാസ് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ ലോകത്തിന് തന്നെ ഭീഷണിയായി വളർന്നു വരുന്ന ഒരു സംവിധാനമാണെന്നും അതിനെ നശിപ്പിക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിലപാട് പറഞ്ഞു വെക്കുക തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി അടക്കം. അപ്പോൾ ഭീകരവാദ ഗ്രൂപ്പുകളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സംവിധാനം ഉയർന്നു വന്നാലും അതിനെ BJP സപ്പോർട്ട് ചെയ്തു. പക്ഷേ ജമ്മു കാശ്മീരിൽ ഇതുപോലെ ഹിസ്ബുള്ള പോലെയുള്ള ഒരു ഭീകരവാദ സംഘടനയുടെ തലവൻ ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ടതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു ദുഃഖാചരണം എന്നുള്ള രീതിയിലേക്ക് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമായിരിക്കും, ഇവരുടെ എല്ലാം ഭരണത്തിന് കീഴിൽ ജമ്മു കാശ്മീരിൽ എത്രത്തോളം വലിയ രീതിയിലാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തൊയ്ബ പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയതെന്നും അവരുടെ നേതാക്കന്മാർക്ക് ഏതെല്ലാം രീതിയിലുള്ള ഭരണ സംവിധാനത്തിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ എല്ലാ ഇതുപോലെയുള്ള നിലപാടുകളിൽ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. എത്രത്തോളം വലിയ രീതിയിൽ ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വന്നാലും അവരുടെ എല്ലാം അടിവേരറുത്തുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇവിടെ തയ്യാറായിട്ട് വർഷങ്ങളായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പല സംഘടനകളും മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കുമെന്ന് മാത്രമേ ഈ ഒരു സമയത്ത് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനെ ബോധ്യപ്പെടുത്താനുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിരന്തരമായിട്ട് ഭീകരവാദികൾക്കെതിരെ നടത്തുന്ന ഈ ശക്തമായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന്റെ വലിയ ഒരു വഴി ഇപ്പോൾ പൂർണ്ണമായിട്ടും വെട്ടിയിരിക്കുകയാണ്. ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന ഭീകരവാദിയെ, തലവനെ ഇല്ലാതെയാക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് നിരന്തരമായിട്ട് ഭീകരവാദികളുടെ എല്ലാ തലങ്ങളും അല്ലെങ്കിൽ എല്ലാ കേന്ദ്രങ്ങളും നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.